ഓക്കെ, അലോയ്സ് പുഷ് ബട്ടർ ഒക്കെ വരുന്ന എയർ ബാഗ് അടക്കം വരും കേട്ടോ. 2 എയർ ബാഗ് അടക്കം വരും. 2014 പെട്രോൾ നല്ല സ്റ്റോക്ക് വന്നിട്ട് കാണിക്കാന്ന് വെച്ചാൽ ഇവർ മെയിൻ ആയിട്ട് എക്സ്ചേഞ്ച് ആണ്. അതായത് പുതിയ വണ്ടിയോട് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ് കൂടുതൽ. ടാറ്റന്റെ ന്യൂ കാറിന് എക്സ്ചേഞ്ച് വരുന്ന വെഹിക്കിൾസ് ആണ് നമ്മുടെ അടുത്ത്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാർ ലേഡീസിനും എടുക്കുന്നത്. ഇപ്പൊ ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരു കസ്റ്റമറിന് ചൂസ് ചെയ്യാം. കാരണം ഇത് ഓട്ടോമാറ്റിക്കും ആണ് ഇലക്ട്രിക്കും ആണ്. ഇപ്പൊ ഓട്ടോമാറ്റിക് ആകുമ്പോൾ പെട്രോൾ ആണ് മൈലേജ് കുറയും. EV ആകുമ്പോൾ ആ പ്രശ്നമില്ല, മൈലേജും ഉണ്ടാവും. ഇതിന്റെ റേഞ്ച് എത്രയാ? 200. ഇത് എല്ലാവരും ലോങ് റേഞ്ച് ആവുന്നത്. ഒരു അസാധ്യ ഡിസൈൻ ആണ്. ഒന്നും പറയാനില്ല. പെർഫോമൻസും ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും എത്തേണ്ട കൈകളിലേക്ക് എത്തിയിട്ടില്ല, അതാണ് സംഭവം. എത്തേണ്ട കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോ. കോഴിക്കോട് റൊട്ടാന മോട്ടോഴ്സിൽ വെച്ചിട്ട്. നിങ്ങൾക്കറിയാലോ, നല്ല ബെസ്റ്റ് പ്രൈസിൽ നല്ല കാറുകൾ കിട്ടുന്നൊരു സ്ഥലമാണ്. ഏകദേശം ഡീലർ പ്രൈസിൽ തന്നെ നമ്മൾ പല വീഡിയോസിലും കാറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അവരുടെ യാർഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാം. നമുക്ക് ഷാഹിദിനെ സ്വാഗതം ചെയ്യാം. ഷാഹിദേ, സ്വാഗതം. എന്തൊക്കെയാണ്? കുറച്ചായി വീഡിയോ ചെയ്തിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടികൾ? അധികം കഴിഞ്ഞ മാസമൊക്കെ നല്ല വണ്ടികൾ സ്റ്റോക്ക് കുറവായതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. നല്ല സ്റ്റോക്ക് വന്നിട്ട് കാണിക്കാന്ന് വെച്ചാൽ ഇവർ മെയിൻ ആയിട്ട് എക്സ്ചേഞ്ച് ആണ്. അതായത് പുതിയ വണ്ടിയോട് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ് കൂടുതൽ. ടാറ്റന്റെ ന്യൂ കാറിന് എക്സ്ചേഞ്ച് വരുന്ന വെഹിക്കിൾസ് ആണ് നമ്മുടെ അടുത്ത്. ഓക്കെ ഓക്കെ. ടാറ്റ റൊട്ടാന മോട്ടോഴ്സ്, കോഴിക്കോട് മീൻചന്തയാണ് ലൊക്കേഷൻ വരുന്നത്. നോൺ ടാറ്റ എല്ലാ വാഹനവും ഉണ്ട് അല്ലേ? 75,000 രൂപ മുതൽ കാർ സ്റ്റോക്ക് ഉണ്ട്. 75,000 രൂപ മുതലുള്ള കാറിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടി ഇൻസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. നമ്മൾ എന്തായാലും എക്സ്ചേഞ്ച് എടുക്കുമ്പോൾ നമ്മുടെ വാല്യുവേഷൻ ടീം ഇൻസ്പെക്ഷൻ ചെയ്തിട്ടാണ് വണ്ടി വരിക. ഓക്കെ. പക്ഷെ എന്നാൽ കൂടെ ചില വെഹിക്കിൾസ് ഒക്കെ അവരും കൂടി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ അടുത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രൈസ് കുറവായിരിക്കും. മാർക്കറ്റിൽ വേറെ എവിടെ അന്വേഷിക്കുന്നതിനെക്കാട്ടും റേറ്റ് കുറഞ്ഞിട്ട് വണ്ടി എടുക്കാൻ പറ്റും. അതായത് ഡീലർമാർക്ക് ഇവിടുന്ന് കൊടുത്തുകൊണ്ട് കിട്ടും. പിന്നെ എന്തിനാ നിങ്ങൾ വന്നോ ധൈര്യത്തിൽ? നമ്മുടെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം. നിങ്ങൾ കണ്ടവരാരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് അടിക്കുക. എന്തായിരുന്നു കഴിഞ്ഞ വീഡിയോസിന്റെ ഒക്കെ? ഇതൊക്കെ നല്ല വണ്ടികൾ പോയിട്ടുണ്ട്, കുറേ വണ്ടികൾ പോയിട്ടുണ്ട്. ഒരുത്തം ഇവിടെ ഉറങ്ങി കിടക്കുന്നുണ്ട്. പണ്ട് ഇവിടെ ഒരു ജാസ് ഉറങ്ങി കിടന്നിരുന്നു. അതിനെ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലേ. നമ്മുടെ അടുത്ത് സഫാരി അൺരജിസ്റ്റേർഡ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത അൺരജിസ്റ്റേർഡ് വെഹിക്കിൾസ് ആയിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് പോയതാണ്. പഞ്ച് കാര്യങ്ങൾ ടിയാഗോ ഒക്കെ. ഇനി നമുക്ക് ഒറ്റ സഫാരി മാത്രം സ്റ്റോക്കുകൾ. അവരെ പരിചയപ്പെടുത്തരാം. എന്തായാലും കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോയിലേക്ക് പോകാം അല്ലേ? നമ്മുടെ ആദ്യ വാഹനം i10 ഗ്രാൻഡ് ആണ്. ഹ്യുണ്ടായുടെ KL11 കോഴിക്കോട് വണ്ടി തന്നെ. ഇതേതാ മോഡൽ? ഇത് 2014 മോഡലാണ്. ആസ്റ്റ ആണ്, ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഓക്കെ, അലോയ്സ് പുഷ് ബട്ടർ ഒക്കെ വരുന്ന എയർ ബാഗ് അടക്കം വരും കേട്ടോ. 2 എയർ ബാഗ് അടക്കം വരും. 2014 പെട്രോൾ. ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 98 ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർ ആണ് നിലവിലുള്ളത്. ഓക്കെ. നമ്മൾ പ്രൈസ് വന്നിട്ട് 2,75,000 ആണ് ചോദിക്കുന്നത്. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. 2,75,000 രൂപയ്ക്ക് ആസ്റ്റയാണ് കിട്ടുന്നത്. 2014 സെക്കൻഡ് ഓണർ, 98,000. പെട്രോൾ വണ്ടിയാണ്. വലിയ മെയിൻ്റനൻസ് ആയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ 10,000 കിലോമീറ്റർ സർവീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു പണിയും വരില്ല. പിന്നെ നിങ്ങൾക്കും കൂടെ വേണേൽ ചെക്ക് ചെയ്യാം. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഗ്രാൻഡായിട്ടിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ 4 സിലിണ്ടറാണ് വണ്ടി വരുന്നത്. അതെ, അതുകൊണ്ട് യാത്ര കംഫർട്ട് ഉള്ള വണ്ടിയാണ്. നല്ല ഡ്രൈവിംഗ് സുഖമായിരിക്കും. നിങ്ങൾ സ്റ്റിയറിംഗ് ഒക്കെ എന്ന് വെച്ചാൽ അങ്ങോട്ട് കറക്കാൻ തിരിച്ച് ഇങ്ങോട്ട് കറക്കേണ്ട ആവശ്യം പോലും ഇല്ല അല്ലേ? അത്രയും ഫ്രീ ആണ്ടാവാം. ഫ്രീ ആയിട്ട് വരും റിട്ടേൺ ഒക്കെ. പിന്നെ റിയർ AC വെന്റ്, അതേമാതിരി ഫോഗ് ലാമ്പ്, പുഷ് ബട്ടൺ, എല്ലാ ഫീച്ചേഴ്സും നല്ല സ്പെക്ക്. ഈ സെയിം മോഡലാണ് 2019 വരെ ഗ്രാൻഡായിട്ടിന് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. ഫുൾ ലോണിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വേറൊരു പരിക്കില്ലാത്ത വണ്ടി. ഓക്കെ, മൈലേജ് ഒരു 12 to 15 വരെ. അടുത്തത് കോമ്പാക്ട് സെഡാൻ കാറ്റഗറി ഹോണ്ട അമേസിന്റെ 3rd ജനറേഷൻ വാഹനം. ഇതും KL11 കോഴിക്കോട് വണ്ടി തന്നെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2017 മോഡലാണ് അമേസ് വരുന്നത്. S ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, ചില അത്യാവശ്യം ഫീച്ചേഴ്സ് 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ് കാര്യങ്ങൾ, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. അലോയ്സ് ഉണ്ടാവില്ല. ഡിഫോഗർ ഉണ്ടോ? ഡിഫോഗർ ഉണ്ടാവില്ല. ഓക്കെ, അലോയ്സും ഡിഫോഗറും പുഷ് ബട്ടറും ഉണ്ടാവില്ല. ആ ഒരു മാറ്റമാണ്. പിന്നെ ടയേഴ്സ് വലിയ കുഴപ്പമില്ല. ഇത് സിംഗിൾ ഓണർ ആണ് വരുന്നത്. 44,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. 19 പറഞ്ഞേ? 17 മോഡൽ. സോറി 17 മോഡൽ, 44,000 വെറും ലോ കിലോമീറ്റർ ആണ് കേട്ടോ. പ്രോപ്പർ ഹോണ്ടയിൽ സർവീസ് ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് ഉണ്ട്. ഓക്കെ, പെട്രോളാണ്. ഒരു 12 to 15, 16 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വാഹനം. നല്ല ഡ്രൈവിംഗ് കംഫർട്ടിൽ, കുറഞ്ഞ മെയിൻ്റനൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയ നല്ല സ്പേസ് ഉള്ള, നല്ല ഓടിച്ചു പോകാൻ നല്ല സുഖമുള്ള ഒരു സെഡാൻ കാറ്റഗറിയാണ് കേട്ടോ. കണ്ണും പൂട്ടി എടുക്കാൻ പറ്റും. ഓക്കെ,
എത്ര ചോദ്യം? നമുക്ക് 465 ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് വന്നിട്ട് നോക്കി കൊടുക്കാം. ഓക്കെ, 17 ലോ കിലോമീറ്റർ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ്, 465. ഓക്കെ, അത് ഹോണ്ടയിൽ ഫുൾ സർവീസ് ഓപ്ഷൻ. ഇതിനിപ്പോ ഫിനാൻസ് ആണെങ്കിൽ ഒരു 4.25 വരെയൊക്കെ എന്തായാലും ചിലപ്പോൾ ഫുൾ ഓൺ തന്നെ കയറും. 4.25 വരെ ഷുവർ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ കണ്ണും പൂട്ടി നിൽക്കണ്ട, പെട്ടെന്ന് വന്ന് വാങ്ങിക്കാം. അടുത്തതാ വീണ്ടും ഒരു ഹാച്ച്ബാക്ക് സെഗ്മെന്റ് ആണ്. KL 72 രജിസ്ട്രേഷനുള്ള ടാറ്റ ടിയാഗോന്റെ സെക്കൻഡ് ജനറേഷൻ വാഹനം. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടി അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡലാണ് ടിയാഗോ വരുന്നത്. XT ആണ് വേരിയന്റ്, മിഡിൽ ഓപ്ഷൻ. ഓക്കെ, മിഡിലിന്റെ തൊട്ട് മുമ്പ് എക്സെറ്റ് പ്ലസ്, എക്സെറ്റ് XT ആണ്. ഓക്കെ, അങ്ങനെ തന്നെ. ഇതിന്റെ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് വരുന്നത്. 65,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ക്വാളിറ്റി വണ്ടിയാ. 21 മോഡലിലാണ്. ഒരു 14-17 റേഞ്ച് വരെയൊക്കെ മൈലേജ് കിട്ടും. വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇല്ല, മേജർ ക്ലെയിംസ് കാര്യങ്ങളൊന്നും. എത്രയൊക്കെ കൊടുക്കാം ഇത്? ഇത് 3,99,000 രൂപ കൊടുക്കും. 2021 XT 3,99,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 3 ലക്ഷം 3.5 വരെയൊക്കെ ഫുൾ ലോൺ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ നമ്മൾ നേരത്തെ അമേസിനെ കൊണ്ടുവരുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. എറ്റിയോസ് ലിവയാണ്. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? ലിവ വരുന്നത് 2015 മോഡലാണ്. 15 സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. ഓക്കെ, 44,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. കേരള വണ്ടിയാ? കേരള വണ്ടി. പെട്രോൾ ആണ്, ഡീസൽ അല്ല. പെട്രോൾ 44,000 മാത്രം. 15 മോഡൽ എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ കിലോമീറ്റർ. സിംഗിൾ ഓണർ പ്രോപ്പർ ടോട്ടൽ സർവീസ് ഉള്ള വണ്ടിയാണ്. പീരിയോഡിക് സർവീസ് ഒക്കെ സർവീസ് വണ്ടിയാണ്. വർഷം പോയിട്ടുണ്ട്. ഓക്കെ, പക്ക നീറ്റാട്ടോ. ഡോർപേഡൊക്കെ നോക്കിയാൽ ഇത് ജി ആണ് വരുന്നത്. ജിയിൽ അത്യാവശ്യം സ്പെക്ക് കാര്യങ്ങൾ വരും. 4 വിൻഡോ, എയർ ബാഗ്സ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഒരു ഫാമിലിക്ക് അധികം ഓട്ടം ഫോഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ വണ്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ആയതുകൊണ്ട്, യാർഡിൽ മഴ പെയ്തതിനോണ്ട് ചെളി തെറിച്ചതാണ്. മഴയായതുകൊണ്ട് മൊത്തം മണ്ണെന്ന് പിന്നെ ചളിയാണ്. ഒക്കെ വണ്ടി തരുമ്പോ വാഷൊക്കെ ചെയ്ത് നീറ്റാക്കി തരുള്ളൂ. ലുക്ക് നോക്കണ്ട. ഏത് വണ്ടി ആയാലും അങ്ങനെ തന്നെ ഏരിയ. നേരത്തെ കണ്ട ടിയാഗോ ഏതായാലും അങ്ങനെ തന്നെ ക്ലീൻ ആക്കിയിട്ടേ തരുള്ളൂ. അപ്പൊ ഇത് ഒരു 12-15 മൈലേജ് ഉണ്ടാവും. പെട്രോൾ ആണ്. പിന്നെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അതെ. ഓക്കെ, എത്ര ചോദ്യം? വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിം അറിയാണെങ്കിൽ നോർമൽ പാർട്സുകളൊന്നും മാറിയിട്ടില്ല. നോർമൽ ബമ്പർ അങ്ങനത്തെ ക്ലെയിമുകളുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 4.25 ചോദിക്കുന്നത്. ചെറിയ മാറ്റം നമുക്ക് വരുത്താം. കാരണം ഇത് ഒന്നാമത് സിംഗിൾ ഓണർ ആണ്, കിലോമീറ്റർ കുറവാണ്, കേരള വണ്ടിയാണ് ഒറിജിനൽ. ഇത് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ വർക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കൊണ്ട് ഓടിച്ചിങ്ങനെ നടക്കാം. ഇപ്പോൾ ഒരു പ്രവാസികൾക്കൊക്കെ നോക്കും, നാട്ടിൽ ഇടയ്ക്ക് ലീവിനൊക്കെ വന്ന് പോകുന്നവർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ്. വാങ്ങിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. പോർച്ചിൽ നിർത്തിയിട്ട് കഴിഞ്ഞാലും പണിയൊന്നും വരില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 4.25 15 മോഡൽ ലോ കിലോമീറ്റർ ലിവ സിംഗിൾ ഓണർഷിപ്പ്. ലോണും കയറും കേട്ടോ. 4 ലക്ഷം രൂപ വരെ ലോണും കയറും കിട്ടും. ലിവാനൊക്കെ മാർക്കറ്റ് ഏകദേശം അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തൊക്കെ നമുക്ക് പ്രൈസ് വേണമെങ്കിൽ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. അടുത്തതാ നല്ല ഓട്ടക്കാർക്ക് വേണ്ടി ഒരു EV ഇവിടെ ഉണ്ട്. ഇത് KL 11 വണ്ടി തന്നെയാണ്. ടാറ്റ EV ടിയാഗോ EV ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ടിയാഗോ EV 2023 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. 44,000 കിലോമീറ്റർ ഓടിയ XT ആണ് വേരിയന്റ് വരുന്നത്. 23 4 മാസം 24 തീയതി വരെ വണ്ടിക്ക് ഫുൾ വാറണ്ടി കിട്ടും അല്ലേ? ഫുൾ വാറണ്ടി വണ്ടി കിട്ടും. അല്ലാതെ വരെ 1,60,000. അതല്ല, 3 വർഷം വണ്ടി വാറണ്ടി ഉണ്ട്. വണ്ടി വാറണ്ടി 3 വർഷം. ഇനിയിപ്പോൾ ഇതാ അടുത്ത മാസം 24 തീയതി വരെ വണ്ടി വാറണ്ടി ഉണ്ട്. പിന്നെ 1,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷത്തേക്ക് സെക്കൻഡ് ഓണറിലേക്കും തേർഡ് ഓണറിലേക്കും പോയാലും വണ്ടിക്ക് വാറണ്ടി കിട്ടും അല്ലേ? നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാം. ഓട്ടോ എത്ര പോയി? ഇത് 44,000 ഓടിയിട്ടുള്ളൂ. 44,000. അതായത് മോട്ടറിനും ബാറ്ററിക്കുമാണ് ആ ഒരു വാറണ്ടി കിട്ടുക അല്ലേ? 8 വർഷം അല്ലെങ്കിൽ 1.60. ഓക്കെ, അപ്പോൾ നല്ല സ്പെക്ക് വരുന്നുണ്ട്. അലോയ് വരുന്നുണ്ട്. അതേപോലെ എയർ ബാഗ്സ്, സെൻട്രൽ ലോക്ക്, ഫുൾ ഓപ്ഷൻ അല്ല മിറർ ഓപ്ഷൻ തൊട്ട് താഴെ ഹർമന്റെ സ്പീക്കർ വരുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. ക്യാമറ വരില്ല, ക്യാമറ ഫുൾ ഓപ്ഷനിലാണ് വരുന്നത്. അത് അഡീഷണൽ ആഡ് ചെയ്യാനുള്ളൂ. പിന്നെ ഇത് ലേഡീസിനും ഇപ്പം നമ്മൾ കൂടുതൽ ആൾക്കാർ ലേഡീസിനും എടുക്കുന്നത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരു കസ്റ്റമറിന് ചൂസ് ചെയ്യാം. കാരണം ഇത് ഓട്ടോമാറ്റിക്കും ആണ്, ഇലക്ട്രിക്കും ആണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ആകുമ്പോൾ പെട്രോൾ ആണെങ്കിൽ മൈലേജ് കുറയും. EV ആകുമ്പോൾ ആ പ്രശ്നമില്ല, മൈലേജും ഉണ്ടാവും. ഇതിന്റെ റേഞ്ച് എത്രയാ? ഇത് 200. ഇത് എല്ലാവരും ലോങ് റേഞ്ച് ആവുന്നത്. ഒരു 200 എന്തായാലും കിട്ടും. ഫുൾ ചാർജിൽ 200 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടൗണിൽ കളിക്കുന്നവർ ഒരു ഡെയിലി ഒരു 50 കിലോമീറ്റർ അല്ല 100 കിലോമീറ്റർ ഒക്കെ ഓട്ടമുള്ളവരാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ പൈസ നമ്മുടെ പോക്കറ്റ് കിടക്കും. സേഫ്റ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ലേഡീസിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം സേഫ്റ്റി ഉണ്ട്, ഓട്ടോമാറ്റിക് ആണ്, EV ആണ്. പിന്നെ കംപ്ലൈൻസ് കുറവാണ് ടിയാഗോ. ഓക്കെ, കംപ്ലൈൻസ് നല്ല മൂവിംഗ് ഉള്ള EV സെഗ്മെന്റ് ആണ് ടിയാഗോ എന്ന് പറയുന്നത് അല്ലേ? ചെറുതിൽ. ഓക്കെ,
അപ്പോൾ പ്രൈസ് വന്നിട്ട് ഇത് നമുക്ക് 680 ചോദിക്കുന്നത്. അന്ന് ഇറങ്ങുമ്പോൾ 11 ആ റേഞ്ച് ഒക്കെ വരും. അപ്പോൾ 680 ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം. 23 മോഡൽ വണ്ടിയാണ്. 680 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇപ്പോൾ ലോണും കയറും കേട്ടോ. 6 lakh വരെ ലോൺ കയറും. ഓക്കെ, അടുത്തത് ടാറ്റ ബോൾട്ട് ആണ്. നല്ലൊരു കരുത്തൻ ബോഡിയുമായി ഇറങ്ങിയ വണ്ടി. KL 53 രജിസ്ട്രേഷൻ ആണ്. ഇത് ഡീസലോ പെട്രോളോ? പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ ആണ്. അപ്പോൾ മൈലേജ് കുറച്ച് കുറയും. മൈലേജ് ഒരു 13 to 15 അത് എക്സ്പെക്ട് ചെയ്താൽ 12-15. ഓക്കെ, അത്ര കിട്ടുള്ളൂ. മോഡൽ ഏതാ? മോഡൽ 2015 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ്. 53,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ഓട്ടോ ഒക്കെ കുറവാണ്. അത് ജെനുവിറ്റി പറയാം. ഓക്കെ, 53,000 മാത്രം ഓടിയ 2015 മോഡൽ ടാറ്റ ബോൾട്ട് പെട്രോൾ ആണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ, മേജർ ക്ലെയിം എന്തെങ്കിലും ഒന്നുമില്ല. ഓക്കെ, ലോണും കിട്ടും. ലോണ് ഇത് വണ്ടിന്റെ റേറ്റ് ഒരു 170 ആസ്ക് ചെയ്യുന്നത്. വലിയ റേറ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഓൾട്ടോ ഒക്കെ വാങ്ങുന്ന റേറ്റിൽ കുറച്ചുകൂടി വലിയ വണ്ടി ഇത്ര ഉറപ്പുള്ള വണ്ടി കൊണ്ടുപോകാം. 170 2015 ബോൾട്ട് ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പിന്നെ എത്ര ലോണ് കിട്ടും? ഫുൾ ലോൺ ഇത് ഒരു 1.25 ലക്ഷം രൂപ വരെയൊക്കെ ലോൺ നമുക്ക് 1.25 ഒക്കെ സുഖമായിട്ട് കയറും. ഓക്കെ, അടുത്തതാ നല്ലൊരു ആൾട്ടോ KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. നല്ല നീല പെയിന്റ് അടിച്ച. പിന്നെ ഒന്നും ആയിട്ടില്ലല്ലോ? ഇല്ല ഒന്നും ചെയ്യാനൊന്നുമില്ല. എടുത്ത വണ്ടിയാണ്. ഇതെന്താ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോയിൽ എപ്പോഴും ഉണ്ടാവുക ഇന്നോവ ക്രിസ്റ്റ അല്ലെങ്കിൽ MG ഹെക്ടർ അങ്ങനെ വലിയ വണ്ടികളേ ഉള്ളൂ. കോമ്പാക്ട്. ഈ ചെറുവണ്ടികൾ കാണാൻ ഞങ്ങളെ പോലെ യാർഡിലൊക്കെ വരേണ്ടി വരും. അങ്ങനെയൊന്നുമല്ല, നമ്മൾ ചെറുവണ്ടികൾ ഒരുപാട് കാണിക്കലുണ്ട്. പക്ഷെ ചെറുവണ്ടി എന്താണെന്ന് അറിയില്ല. റീസെന്റ് ഇപ്പൊ കാണിച്ച നല്ല വിലപ്പാടുള്ള വണ്ടിയൊന്നും ആർക്കും വേണ്ട. എല്ലാവരും ഇപ്പൊ വലിയ വണ്ടിയിലേക്കാണ് പോകുന്നത്. വലിയ വണ്ടികൾ. പക്ഷെ അവരുണ്ടല്ലോ, അതുണ്ട്. കാണിച്ചിട്ട് നല്ല വിലക്കുറവുള്ള വണ്ടി കാണിച്ചിട്ട് അതാരും വാങ്ങുന്നില്ല. അങ്ങനത്തെ അവസ്ഥ. അങ്ങനെയാണ് നമുക്കൊരു വില കുറഞ്ഞ വണ്ടി കൊടുക്കാം. 95,000 രൂപ കൊടുക്കാം. ഓൾട്ടോ അത് പേപ്പർ എടുത്ത വണ്ടിയാണ്. 2010 മോഡലാണ്. LXI ആണ്. 30 വരെ പേപ്പർ ഉണ്ട്. 30 വരെ പേപ്പറുള്ള LXI ആൾട്ടോ നിങ്ങൾക്ക് 95,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. നല്ലൊരു ക്ലീൻ പീസ് വണ്ടിയാന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. AC-ക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. അത് ചെറിയ നമ്മൾ വർക്ക് എടുക്കാത്ത എന്താ വെച്ചിട്ട് ഇത് അത്ര റേറ്റ് നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കാന്നുള്ളൂ. ഇപ്പോൾ വർക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1.10 ഒക്കെ ചോദിക്കാം. പക്ഷെ നമ്മൾ ആരെ എടുത്തിട്ട് ഒരു അല്ല ഫാനും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ചിലപ്പം ഗ്യാസ് അടിച്ചാൽ കിട്ടും. നമ്മൾ ചെക്ക് ഇതാക്കിയിട്ടില്ല എന്നുള്ളൂ. കംപ്രസർ നിങ്ങൾക്കൊന്ന് വന്ന് നോക്കാം മെക്കാനിക്കിനെ. പക്ഷെ എന്നാലും വണ്ടി ബോഡി ഷേപ്പ് കാര്യങ്ങൾ ഒക്കെ ഉള്ള ഒരു നോർമൽ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റും. നീറ്റ് വണ്ടിയാണ്. 95,000 രൂപ കൊടുക്കും. 5 വർഷത്തെ ഫുൾ പേപ്പറിൽ, അതായത് 2030 വരെ 4 വർഷം ഇനിയുണ്ട്. ഫുൾ പേപ്പറിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു സെക്കൻഡ് ജനറേഷൻ ടാറ്റ നെക്സോൺ KL 78 ഇരട്ടി രജിസ്ട്രേഷൻ ആണ്. ഇതേതാ മോഡല്? 2020 മോഡൽ നെക്സോൺ. ഫുൾ ഓപ്ഷൻ ആണ്. XZ+ ആണ് വരുന്നത്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ ഓടിയിട്ടുള്ള 94,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോള്. 20 മോഡൽ പെട്രോള് 94,000. ഫുൾ കറക്റ്റ് സർവീസ് കേട്ടോ. പ്രോപ്പർ സർവീസ് ഉള്ള നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അലോയ്സ്, പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ഡിഫോഗർ, വൈപ്പർ, പുഷ്പട്ടൻ വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. ഓക്കെ, 20 മോഡലാണ്. പിന്നെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്. ഓക്കെ, നെക്സോൺ അല്ലെങ്കിൽ ഓടിക്കാൻ കുറച്ച് കംഫർട്ട് ഉള്ള വണ്ടിയാണ്. ഹൈറ്റിലൊക്കെ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു നല്ല വണ്ടിയാണ്. 12 to 15 ഏകദേശം മൈലേജ്. ഓക്കെ, നല്ലൊരു അടിപൊളി കോമ്പാക്ട് SUV ആണ്. എത്ര ചോദ്യം ഇതിന്റെ? ഇത് 5,95,000 രൂപ കൊടുക്കാം. അത് ഫുൾ ലോണിൽ 2020 ഫുൾ ഓപ്ഷൻ നെക്സോൺ മാനുവൽ പെട്രോൾ 595 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, പിന്നെ ഇപ്പൊ അടുത്ത് റീസെന്റ് ടാറ്റ പഞ്ചിന്റെ മുകളിൽ ഒരു ലോറി പറഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ട്. ആള് രക്ഷപ്പെട്ടു. നെക്സോൺ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? പഞ്ച് എന്നാ കണ്ടത്. നെക്സോൺ ആണ് പഞ്ച് എന്ന് മറ്റു കമന്റ് ഉണ്ട്. ഏതായാലും രണ്ടായാലും ടാറ്റയുടെ വാഹനം അത്യാവശ്യം സേഫ്റ്റി ഉണ്ട്. ഇപ്പോ നമ്മൾ എന്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും സേഫ്റ്റി നോക്കണം. ആളുകൾ പണ്ടുണ്ടായിരുന്നു മാരുതി മാത്രം മൈലേജ് മാത്രം കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് മാറി തുടങ്ങി. സേഫ്റ്റിക്ക് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അടുത്തതാ ഒരു അടിപൊളി സെഡാൻ വണ്ടി, ഹോണ്ട സിറ്റി KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചളി അവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ടുണ്ട്. കാര്യമാക്കണ്ട, എല്ലാം ക്ലിയർ ആക്കി കൊടുക്കാം. ഇന്റീരിയർ നീറ്റാണ്. അത് മെനാന്നൊരു മഴ പെയ്തിട്ടുണ്ട്, അതിന്റെ ഇതാണ്. എങ്ങനെയാ ഡീറ്റെയിൽ? 2018 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. പക്ഷെ ഒരു യൂസിംഗ് ആണ് ഉള്ളത്. കമ്പനിയിൽ കൊണ്ട് മാറിയതാണ്. പേരിലേക്ക് മാറിയിട്ട് ആള് നമ്മുടെ അടുത്ത് ഇപ്പോൾ പുതിയ കാർ എടുത്തതാണ്. 2018 V ആണ് വേരിയന്റ് വരുന്നത്. അത്യാവശ്യം സ്പെക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. V അല്ല VX ആട്ടോ വരുന്നത്. VX എന്ന് പറയുമ്പോൾ ഇതിന്റെ മോള് ZX ആണ്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ. ഇതിൽ തന്നെ അലോയ്സ്, പുഷ്പട്ടനും ഒക്കെ ഉണ്ടാവും. ഒക്കെ വരും. ഇതിന്റെ കിലോമീറ്റർ കുറവാണ്. 44,000 ഓടിയിട്ടേ ഉള്ളൂ. കംപ്ലൈൻസ് ഒന്നുമില്ല. പ്രോപ്പർ സർവീസ്. പെട്രോൾ
പെട്രോൾ സിറ്റിയാണ്. നമ്മൾ അമേസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 12-15 റേഞ്ച് മൈലേജ് ഉണ്ടാവും. അതേ മെയിൻ്റനൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയ നല്ല അതിലൊരു നീട്ടവും സ്പേസും ഒക്കെ ഉള്ള ഒരു അടിപൊളി സടാൻ വണ്ടി അല്ലേ? ഓക്കെ. ഇത് നമുക്ക് 6,30,000 രൂപ കൊടുക്കാം. 6:30 18 VX പെട്രോൾ മാനുവൽ സിറ്റി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ സർവീസ് ചെയ്യണം ഒരു 3,000 രൂപ. അതിൻ്റെ ഉള്ളൊക്കെ പുറത്തൊക്കെ സർവീസ് വരും. കമ്പനിയിലാണെങ്കിൽ ഒരു 7,000-8,000 രൂപ എന്തായാലും കാണേണ്ടി വരും. എന്നാൽ അത് ഇയർലി വരുന്നുള്ളൂ. പിന്നെ 1.5 cc അല്ലേ വരുന്ന വണ്ടി. ലോങ് ഡ്രൈവിംഗ് ഏത് ഡ്രൈവിംഗ് പവർ കിട്ടും എല്ലാം ഉണ്ടാവും. ഓക്കെ. ഒരു ഓട്ടോമാറ്റിക് വണ്ടി തപ്പുന്നുണ്ടെങ്കിൽ വാഗണർ ഇതാ KL 65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷനുള്ള വാഗണറാണ്. ഇത് 1.2 വരിക. 1.2. ഓക്കെ. ഏതാ മോഡൽ? 2019 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. ഓക്കെ. 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ZXi ആണ് പേര്. അല്ല ZXi അല്ല VXi. മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഗണറാണ്. 2019 മോഡലിൽ സിംഗിൾ ഓൺഷിപ്പ് പറഞ്ഞ സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. അപ്പോൾ എന്താ പറയുക, എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? നോർമൽ ഒരു ക്ലെയിം ഉണ്ട്. ഡോറിന്റെ മുകളിൽ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട്. ഒരു ഡോറിന്റെ മുകളിൽ അത് കമ്പനി ഹിസ്റ്ററിയിൽ മാറിയിട്ടില്ല. ഹിസ്റ്ററിയിൽ കാര്യങ്ങളുള്ളതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടി ഒരു 13, 16, 17 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അത്ര നമ്മൾ വില ഇടുന്നുള്ളൂ. വലിയ വില ഒന്നും ഇടുന്നില്ല. 4,65,000 രൂപ കൊടുക്കാം. 4,65 ഓട്ടോമാറ്റിക് VXi ഓട്ടോമാറ്റിക് വാഗണർ നിങ്ങൾക്ക് ഇപ്പോഴും മാർക്കറ്റ് 2017 പഴയ ഷേപ്പ് വാഗണർ 3 ലക്ഷം രൂപ മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇത് 4,65 ചോദിക്കും. ഓട്ടോമാറ്റിക്കും കൂടിയാണ്. അപ്പോൾ താല്പര്യം നോക്കോളൂ. ലോണും കയറും. 4,4,4 വരെയൊക്കെ ലോൺ സുഖമായി. 4,5 വരെയൊക്കെ ലോൺ കയറും മാക്സിമം സുഖമായിട്ട്. പഴയ ഐട്ടനാണ് KL 58 തലശ്ശേരി വണ്ടി. ഇത് മാനുവലാണ്. ഏതാ മോഡല്? 2013 മോഡൽ. 13 സ്പോർട്സ് ആണേ. സ്പോർട്സിൽ എന്ന് പറയുമ്പോൾ അന്ന് മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാം വരും. 13 സ്പോർട്സ് പെട്രോള്. ഇതിന് മൈലേജ് പൊതുവേ കുറവായിരിക്കും. ഒരു 12-14 ആ റേഞ്ചിനുള്ളിൽ കിട്ടുള്ളൂ. ആ റേഞ്ച് ഉള്ളിലേ കിട്ടുള്ളൂ. ഓക്കെ. കാപ്പയാണ് വരുന്നത്. സെയിം ഗ്രാൻഡ് ഐറ്റൻ്റെ ഇത് വരുന്ന തന്നെ വരുന്നത്. ഓക്കെ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലാക്ക്. നിലവിൽ ഇത് 4th ഓണറാണ്. വണ്ടിയുടെ പ്രൈസ് വന്ന് 1.30 ചോദിക്കുന്നത്. 1,30,000 രൂപയ്ക്ക് 2013 സ്പോർട്സ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡ്രോബാക്ക് ഉള്ളത് 4th ഓണർഷിപ്പ് അല്ല. ബാക്കി ഇപ്പോൾ പെട്രോൾ വണ്ടിയാണ്. ഇനി ഇത് ഇപ്പോൾ ഈ വാഹനം ഫസ്റ്റ് ഓണർ ആണെന്ന് കൂട്ടിക്കോളൂ. ഈ വണ്ടി എടുത്ത് കഴിഞ്ഞ് കൊടുക്കുമ്പോൾ എന്തായാലും ഒരു 10,000-40,000 രൂപ കുറയും. ഡിപ്രസേഷൻ വരും. അത് ഇനിയിപ്പോൾ 4th ആയാലും കുറയും. ഇതിപ്പോൾ 1.30 എടുത്ത് ഈ കസ്റ്റമർ ഒരു 2 കൊല്ലം ഉപയോഗിച്ച് കൊടുത്താൽ 75,000 രൂപ കിട്ടും. അത് ഇനി എക്സ്ചേഞ്ച് ആണ് പുതിയ വണ്ടിയായിട്ട് ചെയ്യുന്നത്. എക്സ്ചേഞ്ച് ബോൺസ് കൂടി കിട്ടുമ്പോൾ 1.30 തന്നെ വരും. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. ഓക്കെ. അത്രേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും എടുത്തു. ലോൺ കിട്ടുമോ? ഇതിന് ലോൺ കിട്ടും. ചെറിയ ബഡ്ജറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഒരു ക്വിഡിന്റെ അല്ലെങ്കിൽ ഒരു ആൾട്ടോ 90 പൈസക്ക് നിങ്ങൾക്കൊരു ടിയാഗോ കൊടുക്കാം. KL 76 രജിസ്ട്രേഷൻ ആണ്. കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷൻ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 മോഡലാണ്. 17 രജിസ്ട്രേഷൻ. ഓക്കെ. ഫസ്റ്റ് ഓണർ ആണ്. 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 84,000 കിലോമീറ്റർ. 16 മോഡൽ 17 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ബേസ് ആണ് ഇത് ബേസ് ആണ് വരുന്നത്. 2 ഡോർ പവറിന്റെ കസ്റ്റമർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഈ ബമ്പറിന്റെ മുകളിൽ ഒരു പെയിന്റിംഗ് ഉണ്ട്. ആ ബോണറ്റിന്റെ മുകളിൽ 2 ചെറിയ കല ഉണ്ടല്ലേ, അതുള്ളൂ പെയിന്റിങ്ങൾ. വേറെ ഇന്റീരിയർ ഒക്കെ പക്കാ നീറ്റാ വണ്ടി കേട്ടോ. സീറ്റൊക്കെ നോക്കിയാൽ കാണാം. ഇന്റീരിയർ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കാണാം. വണ്ടി പ്രൈസ് അത്രേ ചോദിക്കുന്നുള്ളൂ. 2,10,000 രൂപ കൊടുക്കാം. 2/10 16 മോഡൽ 17 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 85,000 കിലോമീറ്റർ ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ കിട്ടും. ഫുൾ ഓൺ കയറേണ്ടതാണ്. ഫുൾ ഓൺ കയറും. മോഡൽ കൂടിയ വണ്ടിയാണല്ലോ. ഈ ഒരു ടച്ചപ്പ് വർക്ക് ഉണ്ട്, അത് നിങ്ങൾ എടുക്കണം. റിനീവൽ ഒന്നും ആവാനായില്ല. ഇതൊക്കെ അത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു റിനീവൽ അടുത്ത വണ്ടിയൊക്കെ എടുക്കുമ്പോൾ വീണ്ടും ഒരു എക്സ്പെൻസ് നമുക്ക് കയറും. ഇത് മോഡൽ കൂടിയ വണ്ടി ആയതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ 2031 റിനീവൽ വരും അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും ഒരു ഗ്രാൻഡ് ഐട്ടൻ KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനമാണ്. കുറച്ച് ടച്ചപ്പ് ഒക്കെ ഉണ്ട് അല്ലേ? ബമ്പറിന്റെ മുകളിൽ മാത്രം. ഈ 2 ബമ്പറിന്റെ മുകളിലുണ്ട്. അത് മാത്രം. അത് നമ്മൾ ചെയ്യാതെ വെച്ചതാണ്. അങ്ങനെ തന്നെ വെച്ചാൽ കസ്റ്റമർ വന്നിട്ട് നോക്കി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വലിയ എന്തെങ്കിലും വിചാരിക്കും. അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിനുള്ള നോക്കി ചെയ്ത് കൊടുക്കാം. മോഡൽ ഏതാ? ഇത് 2016 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ്. 54,000 കിലോമീറ്റർ ആണ്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ഇത് ലോ കിലോമീറ്റർ ആണല്ലോ. കിലോമീറ്റർ കുറവാണ്. 16 സ്പോർട്സ് എന്ന് പറയുമ്പോൾ പവർ വിൻഡോസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. 14 സ്പോർട്സിലൊക്കെ ആണെങ്കിൽ പുഷ് ബട്ടണും കൂടി വരുന്നുണ്ടായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ വരുന്നില്ല. ഓക്കെ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം കാര്യങ്ങളില്ല. പുതിയ ഇൻഷുറൻസ് ആണ് വണ്ടിക്കുള്ളത്. അപ്പോൾ അത് നോക്കണം. ഇപ്പോൾ ഒരു യൂസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 1-2 മാസം ഇൻഷുറൻസ് ബാലൻസ് ഉണ്ടാവുള്ളൂ. ഇത് 1 വർഷത്തെ ഇൻഷുറൻസ് കസ്റ്റമറിന് കിട്ടും. അല്ലെങ്കിൽ കസ്റ്റമർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു 7,000-8,000 രൂപ അപ്പം തന്നെ അഡീഷണൽ ചിലവാക്കേണ്ടി വരും. ഇത് ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. 3 ലക്ഷം ID ഉണ്ട്.
ലോണ് 3.25 വരെ ഇതിന് ലോൺ കയറും. ഫുൾ ലോൺ കയറുന്ന ചോദ്യം 3.30. 3,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാൻഡ് കൊണ്ടുപോകാം. സ്പോർട്സ് ഓപ്ഷനാണ്. വേറെ ഈ ഒരു വർക്ക് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഒരു 12-15 മൈലേജ് കിട്ടും അല്ലേ? നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കുറച്ചായിട്ട് ഇവിടെ കിടക്കുന്ന ഒരു സഫാരി, അതായത് രജിസ്ട്രേഷൻ ചെയ്യാത്ത നിങ്ങൾ ഫസ്റ്റ് ഓണർ ആവാൻ പോകുന്ന ഒരു ടാറ്റ സഫാരി, അതായത് ടെസ്റ്റ് വെഹിക്കിളാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് ഇത് അവസാന വാഹനം എന്ന് പറയുന്നത് ഇത് മാത്രമൊന്നുമല്ല, വേറെ തന്നെ ഒരുപാട് വാഹനങ്ങൾ വേറെ ഉണ്ട് അല്ലേ? നമ്മുടെ വീഡിയോ കാണിക്കാൻ പറ്റായിട്ടാണ്. കാറ്റലോഗിലുണ്ട് എല്ലാ വാഹനവും ഫുൾ ഡീറ്റെയിൽ. ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ കാറ്റലോഗിന്റെ ലിങ്ക് വരും. ലിങ്കിൽ കയറിയ കംപ്ലീറ്റ് സ്റ്റോക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഷാഹിദേ, ഇത് ഇവിടെ കിടക്കേണ്ടവനല്ല. അല്ലല്ല, ഇതൊക്കെ പോകണോ? വണ്ടി ഇതൊന്ന് ഓടിച്ച് ജിതിന് എന്തായാലും പോകുമ്പോൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ഓൾറെഡി എടുത്താ വണ്ടിയാ. ഓക്കെ. ഇപ്പൊ പുതിയ മറ്റേ പാട്രിയോട്ടില് മമ്മൂട്ടി മോഹൻലാലൊക്കെ നിൽക്കുന്ന എന്തായാലും ഫ്രണ്ട് രണ്ട് പോലെ തന്നെ സഫാരി. അപ്പൊ ഓക്കെ. ഏതാ മോഡൽ ഇത്? ഇത് 23 ആണ് മോഡൽ വരുന്നത്. കിലോമീറ്റർ 10,000 ഓടിയിട്ടേ ഉള്ളൂ. 10,000 കിലോമീറ്റർ. ടെസ്റ്റ് ഡ്രൈവ് ആണ്. നിലവിൽ അണ്ടർ വാറണ്ടിയിലുള്ള വാഹനമാണ്. ഇനിയിപ്പോൾ എടുക്കുമ്പോൾ രജിസ്ട്രേഷൻ പുതിയ ഇയർ വരും. പിന്നെ വാഹനം ഫുൾ ഓൺ അല്ല, ഫുൾ ഓൺ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിനുള്ള 26 വണ്ടിന്റെ ആസ്കിങ് ഫുൾ ഓപ്ഷൻ. ഇത് ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു പുതിയ വണ്ടിക്ക് എത്രയാണ്? 34 ലക്ഷം രൂപ. 34 ലക്ഷത്തും പുതിയ വണ്ടിക്ക് വരുന്നുണ്ട്. ഇത് 23 മോഡലാണ്. അന്ന് തന്നെ ഏകദേശം ഈ എമൗണ്ട് തന്നെ ഉണ്ട്. ഈ എമൗണ്ട് തന്നെ അന്ന് വരുന്നുണ്ട് വണ്ടിക്ക്. 23-ല് 10,000 ഓടി. നിങ്ങൾ ഫസ്റ്റ് ഓണർ ആവാൻ പോവാണ്. ഇപ്പോൾ ഇവരെ രജിസ്ട്രേഷനിലേക്ക് ഇപ്പോൾ 26-ലല്ലേ രജിസ്ട്രേഷൻ വരും ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ എന്ന് വെച്ചാൽ അതുകൊണ്ടുള്ള വാറണ്ടിയാണോ കിട്ടുക? അല്ല, വണ്ടി മാനുഫാക്ചറിംഗ് മുതൽ വാറണ്ടി സ്റ്റാർട്ട് ചെയ്തല്ലേ? ഇനിയിപ്പോൾ അഡീഷണൽ കസ്റ്റമറിന് വേറെ വാറണ്ടി വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം. നമുക്ക് ഓട്ടോക്കോണ്ട ഒരു വാറണ്ടി എടുത്തു കൊടുക്കാം. ശരി, ഓക്കെ. പിന്നെ വാഹനത്തിനെ കുറിച്ച് പറയാൻ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ്. തരുന്ന സമയത്ത് ഫുൾ പോളിഷൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടേ തരുള്ളൂ. ഓക്കെ. ഈ വണ്ടിയൊക്കെ എടുക്കുന്ന ഒരാൾ അറിയാണെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു ബ്രസ അങ്ങനത്തെ ഏതെങ്കിലും വാഹനമൊക്കെ ഉള്ളവർ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കുക, അപ്ഗ്രേഡ് ചെയ്യാനുള്ള രീതിയിൽ. അങ്ങനെ ആകുമ്പോൾ അവർക്ക് എടുക്കാൻ പറ്റും. ഒരു 7 സീറ്ററും കിട്ടും. പിന്നെ വെച്ചാൽ എക്സ്ചേഞ്ച് വരുമ്പോഴത്തേക്ക് ഒരു വില കിട്ടും ചെയ്യും. എത്ര ചോദ്യം ഇപ്പോൾ? ഇത് നമുക്കിപ്പോൾ ചോദിക്കുന്നത് 25-50 ചോദിക്കുന്നത്. ഓക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ട് 25.5 ലക്ഷത്തിന്, അതായത് 34 ലക്ഷം രൂപ വില വന്ന വണ്ടി 25 ലക്ഷത്തിന് നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങളാണ് ഫസ്റ്റ് ഓണർ ആവാൻ പോകുന്നത്. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. പുതിയ വണ്ടിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ വലിയ മാറ്റമൊന്നുമില്ലല്ലോ, സെയിം ഷേപ്പ് തന്നെ. ഈ ഗ്രില്ല് ചെറുങ്ങനെ ഫ്രണ്ടിൽ ലൈറ്റിൻ്റെതും ഗ്രില്ലും മാത്രം മാറിയിട്ടേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. സീറ്റ് വെന്റിലേഷൻ, സൺറൂഫ്, പനോറമിക് സൺറൂഫ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. 2 ലിറ്റർ ആണ് വരുന്ന വാഹനം. ഓക്കെ. പിന്നെ വാഹനത്തിന്റെ ഡിസൈൻ ഒരു അസാധ്യ ഡിസൈനാണ്. ഒന്നും പറയാനില്ല. പെർഫോമൻസും നല്ല പെർഫോമൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും എത്തേണ്ട കൈകളിലേക്ക് എത്തിയിട്ടില്ല, അതാണ് സംഭവം. എത്തേണ്ട കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എൻക്വയറി ഉണ്ട്. നമുക്ക് ഇത് 24 ഒക്കെ പറഞ്ഞ് നിൽക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. കാനഡയിലൊക്കെ ഉള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ വാഹനമൊക്കെ ഇപ്പൊ കസ്റ്റമർ ഇപ്പൊ പുറത്താണെങ്കിലും അവർക്ക് വന്ന് കാണാതെ ആരെങ്കിലും പറഞ്ഞ ഡീറ്റെയിൽ ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ നമ്മുടെ ടാറ്റയിൽ തന്നെ ചെയ്തിട്ട് വണ്ടി കാണാതെ തന്നെ അവർക്ക് എടുക്കാൻ പറ്റും. അങ്ങനത്തെ വാഹനമാണ് ഇത്. അവിടെ നിന്ന് തന്നെ അവർക്ക് നാട്ടിലെ കാര്യങ്ങൾ ആരെങ്കിലും വെച്ചിട്ട് മൂവ് ചെയ്തിട്ട് ഡെലിവറി എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. അപ്പൊ ഇപ്പൊ 24 നിൽക്കാണ്. പക്ഷെ നമ്മള് എന്തായാലും ആക്കിയിട്ട് കൊടുക്കും. ഈ പ്രാവശ്യം എന്തായാലും സെയിലാവും. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവരുടെ എന്തായാലും വിളിച്ചോ. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോൺടാക്ട് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പിന്നെ പുതിയ വാഹനങ്ങളും ഉണ്ട്. സിയറ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പുതിയ വാഹനം ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അല്ല, പുതിയ അത് പറയാൻ റൊട്ടാനാണ് മീൻചന്ത കോഴിക്കോടുള്ള പഞ്ചൊക്കെ പുതിയ ഇറങ്ങിയിട്ടുണ്ട്. പുതിയ വേണമെങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ചോ, ഇവർ ബുക്ക് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ എക്സ്ചേഞ്ച് ഇനി നിങ്ങൾക്ക് വേറെ വണ്ടി എടുത്ത് മാറണമെങ്കിൽ എല്ലാ സൗകര്യവും ഇവിടെ ലഭ്യമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. കാറ്റലോഗ് വില കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ പൊരിവേലത്ത് ഇത്രയും പറയുന്നതല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പക്ഷേ നമുക്ക് എല്ലാ സ്ഥലത്തും എൻക്വയറി ഉണ്ട് കേട്ടോ. ഇപ്പം കാസർഗോഡ് നിന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ട് കാസർഗോഡ് നിന്നൊക്കെ വണ്ടി ഡയറക്റ്റ് ആൾക്കാർ വന്ന് എടുത്തു പോയിട്ടുണ്ട്. അത് ശരി. അപ്പോൾ ഈ ടീം ടെക്കിന്റെ വീഡിയോ കേരളത്തിൽ എല്ലാവരും കാണുന്നുണ്ട്, കേരളത്തിന് പുറത്തും കാണുന്നുണ്ട്. താങ്ക് യു. നമ്മൾ ഒരിക്കൽ അത് കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇവിടെ കാണുന്നത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത രാജ്യത്തൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഷാഹിദ. അടുത്തൊരു വീഡിയോ നോക്കണം. ബൈ.